അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മഹ്റമുകൾ? ആരൊക്കെയാണ് മഹ്റമുകളുടെ പരിധിയിൽ വരുന്നത്? മഹ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങിയ ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സംസാരത്തിലൂടെ. ആദ്യം തന്നെ ആരാണ് മഹ്റമുകൾ എന്ന് പരിശോധിക്കാം. മഹ്റം അതല്ലെങ്കിൽ മഹാരിം എന്നുള്ള വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം നിഷിദ്ധമാക്കപ്പെട്ടവർ, അതല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ടവ, തടയപ്പെട്ടവ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ശറഇൽ, മതത്തിൽ മഹ്റമുകൾ എന്ന് പറഞ്ഞാൽ ഹുമുൽ അഷ്ഖാസ് അല്ലദീന ലാ യഹില്ലു ലഹും നിക്കാഹുൽ മർഅ, അവരുമായി വിവാഹബന്ധം പാടില്ല ഒരു സ്ത്രീക്ക്. മഹ്റമാണെങ്കിൽ അവരുമായി വിവാഹബന്ധം പാടില്ല. അത് ബിനസബിൻ, അത് കുടുംബബന്ധത്തിലൂടെ സ്ഥാപിക്കപ്പെടാം, ഔ മുസാഹറ അല്ലെങ്കിൽ വിവാഹബന്ധത്തിലൂടെ, ഔ റദാഅ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെ. ഇങ്ങനെ മുലകുടി ബന്ധത്തിലൂടെയും കുടുംബബന്ധത്തിലൂടെയും അല്ലാതെയുള്ള ബന്ധങ്ങളിലൂടെയും വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾക്കാണ് മഹ്റമുകൾ എന്ന് പറയുന്നത്. പിതാവിനെപ്പോലെ, മകനെപ്പോലെ, സഹോദരനെപ്പോലെയെല്ലാമുള്ള ആളുകൾക്കാണ് മഹ്റമുകൾ എന്ന് പറയുന്നത്. അങ്ങനെ മഹ്റമായി കഴിഞ്ഞാൽ വിവാഹബന്ധം അത് പാടില്ലാത്തതാണ്. അതേ സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് അവരുടെ മുന്നിൽ പൂർണ്ണമായ ഹിജാബ് ധരിക്കേണ്ടതില്ല. അഥവാ അന്യപുരുഷന്മാരുടെ മുന്നിൽ ധരിക്കുന്നത് പോലെ പരിപൂർണമായ ഇസ്ലാമിൻ്റെ ഹിജാബ് ധരിക്കേണ്ടതില്ല. അതിൻ്റെ അർത്ഥം മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കാമെന്നല്ല, മറിച്ച് പുറത്തിറങ്ങുമ്പോൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം മഹ്റമുകളുടെ മുമ്പിൽ ധരിക്കേണ്ടതില്ല. അതോടൊപ്പം അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതിനോ മറ്റു ഫിത്നകൾ ഭയപ്പെടുന്നില്ലെങ്കിൽ അവരെ സ്പർശിക്കുന്നതിനോ വിരോധമില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് മഹ്റമുകൾ എന്ന് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഈ മഹ്റമുകളുടെ പരിധിയിൽ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നേരത്തെ നമ്മൾ വിശദീകരിച്ചു, 3 നിലക്കാണ് മഹ്റമുകൾ ഉണ്ടായിത്തീരുന്നത്. 1 രക്തബന്ധമുള്ള കുടുംബബന്ധത്തിലൂടെ, 2 വിവാഹബന്ധത്തിലൂടെ, 3 മുലകുടി ബന്ധത്തിലൂടെ. അതാരൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഞാനത് എണ്ണിപ്പറയും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 4-ാം അധ്യായത്തിലെ 23-ാമത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും സൂറത്തുൻ നൂർ 24-ാം അധ്യായത്തിലെ 31-ാമത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റു സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ് ഈ ഒരു കാര്യം. അപ്പോൾ കുടുംബബന്ധത്തിലൂടെ മഹ്റമുകളാകുന്നവർ 7 വിഭാഗമാകുന്നു. ശരിക്കും ശ്രദ്ധിക്കുക, 7 വിഭാഗമാണ് രക്തബന്ധത്തിലൂടെ അതല്ലെങ്കിൽ കുടുംബബന്ധത്തിലൂടെ മഹ്റമുകളായിത്തീരുന്നത്. 1, ഒരു സ്ത്രീയുടെ സ്വന്തം പിതാവ്, ഒരു സ്ത്രീയുടെ സ്വന്തം പിതാവ്. ഇനി ആ പിതാവിൻ്റെ പിതാവ്, അതേപോലെ തന്നെ ഉമ്മയുടെ ഉപ്പ, ഉമ്മയുടെ വല്യുപ്പ, ഇങ്ങനെ ഉപ്പമാർ ഉൾക്കൊള്ളുന്ന, പിതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ആ ഒരു മേഖല. പിതാവ്, പിതാവിൻ്റെ പിതാവ്, അതേപോലെ തന്നെ ഉമ്മയുടെ ഉപ്പ, ഉമ്മയുടെ വല്യുപ്പ, ഇവരൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമുകളാണ്. രണ്ടാമത്തത് സ്വന്തം മകൻ, അതേപോലെ തന്നെ മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ, അവൻ്റെ ആൺമക്കൾ എന്നിങ്ങനെ തുടങ്ങി സ്വന്തം മക്കളുടെ മക്കൾ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരുടെ ആൺകുട്ടികളും ആ കുട്ടികൾക്ക് പിന്നീട് കുട്ടികളുണ്ടായാൽ ആ പേരക്കുട്ടികളും, അവരെല്ലാവരും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമുകളാണ്. മൂന്നാമത്തത് സ്വന്തം സഹോദരങ്ങൾ, തൻ്റെ തന്നെ ഉപ്പയിലൂടെ ഉമ്മയിലൂടെ ഉണ്ടായിട്ടുള്ള സഹോദരങ്ങൾ, അതല്ലെങ്കിൽ ഉമ്മയിലൂടെ മാത്രമുള്ള സഹോദരങ്ങൾ. തൻ്റെ ഉമ്മയാണ്, പക്ഷേ അതേ ഉമ്മാക്ക് വേറെ ഒരു ഭർത്താവിൽ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അർദ്ധ സഹോദരങ്ങളാണ്. അതേപോലെ തന്നെ തൻ്റെ ഉപ്പ വൈക്കുള്ള സഹോദരങ്ങൾ, അഥവാ തൻ്റെ പിതാവാണ്, പക്ഷേ അദ്ദേഹത്തിന് മറ്റു ഭാര്യയിലുണ്ടായിട്ടുള്ള മക്കൾ, അവരും അർദ്ധ
സഹോദരങ്ങളായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്രകാരം സ്വന്തം സഹോദരങ്ങളോ ഉപ്പ വഴിക്കോ ഉമ്മ വഴിക്കോ ഉള്ള അർദ്ധ സഹോദരങ്ങളോ അവരും മഹറമുകളുടെ പരിധിയിൽ വരുന്നതാണ്. നാലാമത്തത് സഹോദരൻ്റെ മക്കളും അവരുടെ മക്കളും. സ്വന്തം സഹോദരൻ്റെ മക്കൾ, ആൺകുട്ടികൾ, അവർക്ക് പിന്നീട് മക്കളുണ്ടായാൽ അവരും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമുകളാണ്. അഞ്ചാമത്തത് സഹോദരിയുടെ മക്കൾ അഥവാ സഹോദരിയുടെ ആൺകുട്ടികൾ, ഇനി അവർക്ക് മറ്റു മക്കളുണ്ടായാൽ അവരും മഹറമുകളിൽ പെട്ടതാണ്. പുരുഷന്മാരാണ് ഉദ്ദേശം, ആൺകുട്ടികളാണ് ഉദ്ദേശം. ആറാമത്തത് ഉപ്പയുടെ സഹോദരങ്ങൾ അഥവാ നമ്മുടെ സ്വന്തം പിതാവിൻ്റെ അഥവാ ആ സ്ത്രീയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠനോ അനുജനോ, അവർക്കാണ് അമ്മാവന്മാർ എന്ന് അറബി ഭാഷയിൽ അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തത് ഉമ്മയുടെ സഹോദരങ്ങൾ അഥവാ ഉമ്മയുടെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഉമ്മയുടെ അനുജനോ ഒക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമുകളാണ്. അപ്പോൾ കുടുംബബന്ധത്തിലൂടെ മഹറമുകളായി തീരുന്ന ആളുകളാണ് ഈ പറയപ്പെട്ടിട്ടുള്ള 7 വിഭാഗം ആളുകൾ. ഇനി വിവാഹബന്ധത്തിലൂടെ മഹറമുകളാകുന്നവർ ആരാണ് എന്ന് പരിശോധിക്കാം. അതിൽ ഒന്ന് ഭർത്താവിൻ്റെ ഉപ്പ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഉപ്പ, ആ ഉപ്പയുടെ ഉപ്പ അഥവാ വല്യുപ്പ, പിന്നെ ഇനി അവർക്ക് ഉപ്പയുണ്ടെങ്കിൽ അങ്ങനെ ഭർത്താവ് വഴിക്കുള്ള പിതാക്കന്മാർ, അവരൊക്കെ മഹറമുകളാണ്. ഭർത്താവിൻ്റെ ഉപ്പ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വല്യുപ്പ, അവരുടെ ഉപ്പയെല്ലാം. രണ്ടാമത്തത് ഭർത്താവിൻ്റെ മക്കൾ. ഭർത്താവിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ തൻ്റെ ഭർത്താവിന് വേറെ ഭാര്യ ഉണ്ടാവുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും ചെയ്താൽ ആ മക്കളും ആ മക്കളുടെ മക്കളും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമുകളാണ്. അതേപോലെ തന്നെ ഉമ്മയുടെ ഭർത്താവ്. ഉമ്മയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഉമ്മയുണ്ട്, പക്ഷേ ആ ഉമ്മയെ വേറൊരാൾ കല്യാണം കഴിക്കുന്ന സാഹചര്യം വന്നാൽ അതിനാണല്ലോ ഉമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ആ ഉമ്മയുടെ ഭർത്താവിനെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണാവുന്നതാണ്, അവരും മഹറമാണ്. നാലാമത്തത് മകളുടെ ഭർത്താവ്. സ്വന്തം മകളുടെ ഭർത്താവിനെ മകൻ്റെ സ്ഥാനത്ത് കാണാവുന്നതാണ്, അവരും മഹറമുകളാണ്. അപ്പോൾ വിവാഹബന്ധത്തിലൂടെയുള്ള മഹറമുകൾ ഈ പറഞ്ഞ 4ആണ്. ഭർത്താവിൻ്റെ ഉപ്പ, വല്യുപ്പ, അതേപോലെ തന്നെ ഭർത്താവിലൂടെയുള്ള മക്കൾ, ആ മക്കളുടെ മക്കൾ, അതേപോലെ ഉമ്മയുടെ ഭർത്താവ്, അതേപോലെ തന്നെ മകളുടെ ഭർത്താവ്. ഇതാണ് വിവാഹബന്ധത്തിലൂടെ ഉണ്ടാകുന്നത്. ഇനി മുലകുടി ബന്ധത്തിലൂടെ മഹറമുകളാകുന്നവർ ആരാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വന്തം പിതാവും മാതാവും വഴിക്ക് ഉണ്ടാകുന്ന ബന്ധത്തെ പോലെ തന്നെയാണ് മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹറമുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, നസബ് കൊണ്ട് അഥവാ രക്തബന്ധമുള്ള കുടുംബബന്ധം കൊണ്ട് മഹറമുകളായി തീരുന്നവരൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും മഹറമുകളായിത്തീരും. അപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ഉമ്മയായി പരിഗണിക്കപ്പെടും, അവരുടെ ഭർത്താവ് ഉപ്പയായി പരിഗണിക്കപ്പെടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിലും ബാധകമാണ്. ഉദാഹരണത്തിന് അതിനെയും നമുക്ക് 7 ആക്കി തന്നെ പറയാം. ഒന്ന്, മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് അഥവാ ഉപ്പയുടെ സ്ഥാനമാണ്, അദ്ദേഹം മഹറമാണ്. അതേപോലെ തന്നെ ആ സ്ത്രീ മുല കൊടുത്ത മകൻ, ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആൺകുട്ടിക്ക് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മകനെ സ്വന്തം മകനെപ്പോലെ തന്നെയാണ്, അവൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മകൾക്ക് മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ മകളുടെ ഭർത്താവും മഹറമാണ്. അപ്പോൾ കൃത്യമാണ്, നാം മുല കൊടുത്തിട്ടുള്ള മകനും മകൻ്റെ മക്കളും, ഇനി മകളാണെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള മകളുടെ ഭർത്താവുമൊക്കെ തന്നെ മഹറമാണ്. മൂന്നാമത്തത്, മുലപ്പാൽ തന്ന ഉമ്മയിലൂടെയും ആ ഉപ്പയിലൂടെയും ഉള്ള സഹോദരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഉപ്പ വഴിക്കുള്ള സഹോദരങ്ങളും ഉമ്മ വഴിക്കുള്ള സഹോദരങ്ങളും മഹറമാണല്ലോ. മുലകുടി ബന്ധത്തിലൂടെ ആ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അവരും മഹറമുകളാണ്. നാലാമത്തത്, ആ വഴിക്കുള്ള ഉമ്മയുടെ സഹോദരങ്ങൾ അഥവാ ഒരു സ്ത്രീക്ക് മുലകൂട്ടിയ ഉമ്മയുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനോ അനുജനോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ആ വഴിക്കുള്ള ഉപ്പയുടെ സഹോദരങ്ങൾ അഥവാ മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ഉപ്പയായി പരിഗണിച്ചാൽ ആ ഉപ്പയുടെ ജ്യേഷ്ഠനും അനുജനുമൊക്കെ നേരത്തെ സ്വന്തം ഉപ്പയുടെ വിഷയത്തിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ മഹറമുകളാണ്. അതേപോലെ തന്നെ ആ വഴിക്കുള്ള സഹോദരങ്ങളുടെ മക്കൾ, മുലകുടി ബന്ധത്തിലൂടെ ഉള്ള സഹോദരങ്ങൾ, അത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ്, അതുകൊണ്ട് അവരുടെ മക്കൾ.
അതേപോലെ തന്നെ ആ വഴിക്കുള്ള 7-മത്തത് ആ വഴിക്കുള്ള സഹോദരികളുടെ മക്കളും, മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ള സഹോദരികളുടെ മക്കളും എന്ത് തന്നെയാണ്? മഹറമുകളാണ്. അപ്പോൾ മഹറമുകൾ ഈ പറയപ്പെട്ടവരാണ്. ഈ പറയപ്പെട്ട ആളുകൾ, നിങ്ങൾ ഒന്നുകൂടി ഇത് കേട്ടാൽ നിങ്ങൾക്കത് വളരെ കൃത്യമായി മനസ്സിലാകും. ഈ ആളുകൾ മഹറമുകളാണ്. ഇവരുമായിട്ടൊന്നും വിവാഹബന്ധം പാടില്ല. ഇവരുടെ മുന്നിൽ മറ്റു ഫിത്നകൾ ഭയപ്പെടുന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ടവരുടെ മുന്നിൽ പൂർണ്ണമായ ഹിജാബ് ധരിക്കേണ്ടതില്ല. ഇവരെ മഹറമുകളായി പരിഗണിച്ചുകൊണ്ട് ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നതിൽ വിരോധമില്ല. എന്നാൽ ഈ പറയപ്പെടാത്ത ആളുകളൊന്നും തന്നെ മഹറമുകളല്ല. അതുകൊണ്ട് തന്നെ അവർ അന്യരാണ്. അവരുമായി വിവാഹബന്ധം പാടുള്ളതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ പൂർണ്ണമായും ഹിജാബ് ധരിക്കണം. അവരെ സ്പർശിക്കുവാൻ പാടില്ല. അവരോടൊത്തുള്ള യാത്രയും പാടില്ലാത്തതാണ്. ഇത്രയുമാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.